ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് മുൻപേ നടന്നുപോയ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ജീവിതത്തെ പറ്റിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിൻ്റെയും യോശുവായുടെയും നോഹയുടെയും ഹാനോക്കിൻ്റെയും എല്ലാം ജീവിതം നാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയുണ്ടായി. അവരുടെ ജീവിതത്തിൽ നിന്നും എന്താണ് ദൈവത്തിലുള്ള വിശ്വാസം, എന്താണ് ദൈവത്തിലുള്ള പ്രത്യാശ, എന്താണ് ദൈവികമായ പൂർണ്ണ അനുസരണം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് മറ്റൊരു വിശ്വാസ വീരയുടെ കഥയാണ്. അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വന്ന ഒരു രക്തസ്രാവക്കാരുടെ കഥയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. ഈ സ്ത്രീയുടെ കഥയിൽ നിന്ന് അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് നല്ല പാഠമാണ് പഠിക്കുവാൻ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്രാർത്ഥനാപൂർവം നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 22-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗസ്നായ പിതാവേ, അടിയങ്ങൾ വിശ്വസിക്കുന്നു നീ അടിയങ്ങളുടെ സൗഖ്യദായകൻ ആണെന്ന്. ഈ നിമിഷം കർത്താവേ, ഈ രക്തസ്രാവക്കാരിയുടെ ജീവിതം അടിയങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല പാഠങ്ങളെ നീ അടിയങ്ങൾക്ക് പകർന്ന് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉയർന്ന ഈ സ്ത്രീയെ പോലെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് നിന്റെ വരവ് നോക്കി പാർക്കുവാൻ നീ അടിയങ്ങളെ സഹായിക്കണം. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അശുദ്ധിയായിരുന്ന ഒരു സ്ത്രീ അവളുടെ വിശ്വാസം കൊണ്ട് വിശുദ്ധി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം നമ്മോട് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ പരിഗണിക്കപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ അത്ഭുതങ്ങളുടെ മനുഷ്യൻ എന്നാണ് വിളിക്കുന്നത്. കാരണം അത്ര അധികം അത്ഭുതങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് യേശുക്രിസ്തു ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും. 8-9 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, യേശുക്രിസ്തു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കുന്നു, പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നു, ശേഷം ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും യേശുക്രിസ്തു ചെയ്ത നിറയെ അത്ഭുതങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നതാണ്. പക്ഷാപാതക്കാരനെ സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. മരിച്ച ഒരു പെൺകുട്ടിയെ ഉയർപ്പിക്കുന്ന ജീവൻ്റെ നാഥനായ യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, ഊമന്മാർക്ക് സംസാരിക്കുവാനുള്ള ശേഷി കൊടുക്കുന്നു. അത്തരത്തിൽ അത്ഭുതങ്ങളുടെ കൊച്ചു തമ്പുരാനായിട്ടാണ് മത്തായിയുടെ സുവിശേഷം യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. അതേ തുടർച്ചയിൽ ഇവിടെ 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഒരു രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കുന്ന കഥ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ ഈ അത്ഭുതങ്ങളെല്ലാം യേശുക്രിസ്തു ചെയ്തത് ഒന്നുകിൽ അദ്ദേഹം സ്പർശനം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ശാസിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വചനം കൊണ്ടാണ് സൗഖ്യമാക്കിയിരുന്നത്. ഭൂതഗ്രസ്തരെ യേശുക്രിസ്തു ശാസിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ കുഷ്ഠരോഗികളെ യേശുക്രിസ്തു സ്പർശനത്താൽ സൗഖ്യമാക്കി. എന്നാൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ ഈ രക്തസ്രാവക്കാരിയെ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നത് തൻ്റെ സ്പർശനത്താലല്ല, അല്ലെങ്കിൽ തൻ്റെ വാക്കുകളാലല്ല, ശാസനയാലോ തൻ്റെ വചനത്താലോ അല്ല, മറിച്ച് യേശുക്രിസ്തുവിൽ നിന്ന് സൗഖ്യം പിടിച്ചു വാങ്ങുന്ന ഒരു സ്ത്രീയെയാണ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം നമുക്ക് വരച്ച് കാണിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം പോകാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിലേക്ക്. അത് ഇപ്രകാരം പറയുന്നു: അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞ് പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അന്ന് 12 സംവത്സരങ്ങളായിട്ട് രക്തസ്രാവം എന്നുള്ള അശുദ്ധിയുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം വരും എന്ന് മനസ്സുകൊണ്ട് വിശ്വസിച്ച്, എന്ന് അചഞ്ചലമായി വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ പിറകിൽ വന്ന് അവനെ തൊട്ടു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു.
വേദപുസ്തക വ്യാഖ്യാനം പറയുന്നു, രക്തസ്രാവം എന്ന് പറയുന്നത് സമൂഹത്തിൽ അശുദ്ധി കൽപ്പിക്കപ്പെടുന്ന ഒരു അസുഖമാണ്. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ആ സ്ത്രീ നീണ്ട 12 വർഷക്കാലം സമൂഹത്തിൽ അശുദ്ധയായിട്ട് ജീവിച്ചവളാണ്. അല്ലെങ്കിൽ യഹൂദ സമൂഹം അവളെ കഴിഞ്ഞ 12 വർഷക്കാലം അശുദ്ധ എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 12 വർഷക്കാലം അവൾ അനുഭവിച്ച വേദന, 12 വർഷക്കാലം അവൾ സമൂഹത്തിൽ നിന്നും അനുഭവിച്ച അവഗണന, അത് അത്ര ബൃഹത്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ അവളുടെ ശാരീരികമായ വേദനയേക്കാൾ അവളെ അലട്ടിയിരുന്നത് മനസ്സിൻ്റെ വേദനയായിരിക്കാം. കഴിഞ്ഞ 12 വർഷക്കാലം ഒരുപക്ഷെ അവൾ കാണാത്ത വൈദ്യന്മാർ കാണില്ല. ഒരുപക്ഷെ അവൾ തൻ്റെ മുഴുവൻ സമ്പത്തും ഈ അസുഖത്തിൽ നിന്ന് ഒന്ന് വിമുക്തി നേടുവാനായിട്ട് ഉപയോഗിച്ചിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, 12 വർഷക്കാലമായിട്ട് അവൾ ഒരു രക്തസ്രാവക്കാരിയായിരുന്നു. അവളുടെ സമ്പത്ത് മുഴുവൻ, അവളുടെ സമയം മുഴുവൻ ഈ രോഗത്തിൽ നിന്ന്, ഈ ശാപത്തിൽ നിന്ന് ഒരു വിമുക്തിക്കായി, ഒരു സൗഖ്യത്തിനായി ശ്രമിച്ചുവെങ്കിലും 12 വർഷമായി ഈ അസുഖം മാത്രം അവളോട് പറ്റിച്ചേർന്നു നിന്നു, അല്ലെങ്കിൽ അവളെ വിട്ട് പോയില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ സമയത്താണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ സ്ത്രീ കേട്ടത്. തൻ്റെ മുൻപിൽ വരുന്നവരും താൻ കാണുന്നവരെ എല്ലാം സൗഖ്യമാക്കുന്ന ഒരു അത്ഭുത മനുഷ്യനെ, മത്തായിയുടെ സുവിശേഷം പറയുന്നത് പോലെ അത്ഭുത പ്രവർത്തികളുടെ കൊച്ചു തമ്പുരാനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആ സമയത്താണ് അവൾ കേട്ടത്. വേദപുസ്തക വ്യാഖ്യാനം പറയുന്നു, അവൾക്ക് അവസാന പ്രത്യാശയായിരുന്നു യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി. അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ വീണ്ടും പ്രത്യാശയുടെ വിത്ത് വിതച്ച ഒരു മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ കാണണം, ആ യേശു ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കണം എന്ന് ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് ഈ അശുദ്ധിയായ സ്ത്രീ ഓടിക്കൊണ്ടിരിക്കുകയാണ്, യേശു ക്രിസ്തുവിനെ ഒന്ന് തൊടുവാനായി. ഏതെങ്കിലും ഒരു യഹൂദൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവൾ അശുദ്ധിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് തൻ്റെ ജീവിതത്തിന് പോലും ഭീഷണിയാകും എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് അവൾ യേശുവിങ്കലേക്ക് ഓടുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ഒരുപക്ഷെ നാമും ഇത്തരത്തിലുള്ള മാറാവ്യാധികൾ പിടിച്ചവരായിരിക്കാം. അത് പക്ഷേ ഭൗതികമായിരിക്കാം, ആത്മീയമായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും, എന്തായിരുന്നാൽ തന്നെയും ഇന്ന് നീ യേശു ക്രിസ്തുവിലേക്ക് ഓടുന്നുവെങ്കിൽ, വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിലേക്ക് ഓടുന്നുവെങ്കിൽ അവൻ നിന്നെ സൗഖ്യമാക്കും. അതാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. 22-ാം വാക്യം, യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, ഈ രക്തസ്രാവക്കാരി യേശുവിൻ്റെ പിന്നിൽ വന്ന് യേശുവിനെ തൊട്ടു. അപ്പോൾ യേശു തിരിഞ്ഞിട്ട് ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഇപ്രകാരം പറയുകയാണ്, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ നാഴിക മുതൽ ആ സ്ത്രീക്ക് സൗഖ്യം വന്നു, സൗഖ്യം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആ സ്ത്രീയുടെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് തന്നെയാണ്. ആ സ്ത്രീയുടെ വിശ്വാസം അചഞ്ചലീയമായ, ചലിക്കുവാൻ കഴിയാത്ത, അവിശ്വസനീയമായ, വിശ്വസിക്കുവാൻ കഴിയാത്ത, അവർണ്ണനീയമായ, വർണ്ണിക്കുവാൻ കഴിയാത്ത ഒന്നായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ സ്ത്രീ തൊട്ട, വിശ്വാസത്തോടെ ആ സ്ത്രീ തൊട്ട യേശു ക്രിസ്തുവിൻ്റെ ആ തൊങ്ങലിനെ കുറിച്ചാണ്. യഹൂദന്മാരുടെ വസ്ത്രധാരണം അത് വളരെ സവിശേഷത ആർന്ന ഒന്ന് ആയിരുന്നു. അത്തരത്തിൽ ഈ തൊങ്ങലും വളരെ സവിശേഷമായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ തൊങ്ങലിനെ പറ്റി നമുക്ക് അല്പമായി പഠിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്. ഇവിടെ യഹോവ മോശയ്ക്ക് ഒരു കൽപ്പന കൊടുക്കുകയാണ്, വീണ്ടും ഒരു അരുളപ്പാട് കൊടുക്കുകയാണ്. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അവർ തലമുറയായി വസ്ത്രത്തിൻ്റെ കോൺതലയ്ക്ക് പൊടിപ്പ് ഉണ്ടാക്കുകയും കോൺതലയ്ക്ക് പൊടിപ്പിൽ നീല ചരട് കെട്ടുകയും വേണം. ദൈവത്തിൻ്റെ വചനം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്യുകയാണ്, തലമുറയായി നിങ്ങൾ പൊടിപ്പ് ഉണ്ടാക്കണം, തലമുറയായി നിങ്ങൾ നീല ചരടോടു കൂടിയ തൊങ്ങൽ ഉണ്ടാക്കണം, അത് നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടിരിക്കണമെന്ന് മോശ മുഖാന്തരം ദൈവം അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആ തൊങ്ങൽ എന്ന് പറയുന്നത് അവരുടെ വസ്ത്രത്തിലെ അവിഭാജ്യമായ ഒരു ഘടകമായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
ഒരിക്കൽ കൂടി നമുക്ക് പോകാം. ആവർത്തന പുസ്തകം 22 അധ്യായം അതിൻ്റെ 12 വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു, നീ പുതയ്ക്കുന്ന മേലാടയുടെ 4 കോണിലും പൊടിപ്പ് ഉണ്ടാക്കണം. സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ തലമുറയായി അവരുടെ വസ്ത്രങ്ങളിൽ നീല ചരടോട് കൂടിയ പൊടിപ്പ് ഉണ്ടാക്കണം. ആവർത്തന പുസ്തകം പറയുന്നു, നീ പുതയ്ക്കുന്ന മേലാടയുടെ 4 കോണിലും ആ തൊങ്ങൽ, ആ പൊടിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തോ പ്രധാനപ്പെട്ട ഒരു വസ്ത്രഭാഗമാണ് ആ തൊങ്ങൽ, ആ പൊടിപ്പ് എന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആ തൊങ്ങൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ഭാഗമായിരിക്കണം എന്ന് യേശുക്രിസ്തു ദൈവം അവരോട് കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇപ്പോൾ ആ തൊങ്ങലിൽ തന്നെയാണ് ഈ സ്ത്രീ തൊട്ട് സൗഖ്യം പ്രാപിച്ചത്. നമുക്ക് നോക്കാം എന്താണ് ആ തൊങ്ങലിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ തൊങ്ങൽ പ്രാധാന്യം അർഹിക്കുന്നത്. സംഖ്യാപുസ്തകം 15 അധ്യായം 39 വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയവണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ഒരു ജ്ഞാപകം ആയിരിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ദൈവം തന്നിരിക്കുന്ന സകല കൽപ്പനകളും ഓർക്കേണ്ടതിന്, നിങ്ങൾ ദൈവം തന്നിരിക്കുന്ന സകല കൽപ്പനകളും അനുസരിക്കേണ്ടതിന്, നിങ്ങൾ ദൈവം തന്നിരിക്കുന്ന ന്യായപ്രമാണങ്ങളെയും കൽപ്പനകളെയും വിധികളെയും ചട്ടങ്ങളെയും വിട്ട് പരസംഗം ചെയ്യാതെ ഇരിക്കേണ്ടതിന് ആ തൊങ്ങൽ നിങ്ങൾക്ക് ഒരു ജ്ഞാപകം ആയിരിക്കണം. ഞാൻ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു ആ തൊങ്ങലിൻ്റെ ചിത്രം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ തൊങ്ങൽ പ്രതിനിധീകരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കേണ്ട പ്രാധാന്യത്തെപ്പറ്റി ഈ തൊങ്ങൽ പറയുന്നു. ഒരു യഹൂദൻ അവൻ തൻ്റെ വസ്ത്രം അണിയുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ 4 കോണിലും ഈ തൊങ്ങൽ ഉണ്ടായിരിക്കണം എന്നുള്ള കൽപ്പനയുണ്ട്. അപ്പോൾ ഒരു യഹൂദൻ ആ വസ്ത്രം അണിയുമ്പോൾ ഈ തൊങ്ങൽ കാണുമ്പോൾ അവൻ ഓർക്കണം ദൈവത്തിൻ്റെ കൽപ്പനയെ, അവൻ ഓർക്കണം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ, അവൻ അതിനെ അനുസരിക്കണം. അതിനെ വ്യതിചലിക്കാതെ അതിനെ അനുസരിക്കേണ്ട ഒരു ബാധ്യത ഈ തൊങ്ങൽ ഓരോ ദൈവത്തിൻ്റെ മക്കൾക്കും കൊടുക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ തൊങ്ങൽ ഇപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെ പ്രതിനിധീകരിക്കുകയാണ്. ഇന്ന് ഈ തൊങ്ങൽ നമ്മുടെ വസ്ത്രത്തിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ഇന്ന് ഈ തൊങ്ങൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്നതാണ് നാം ആലോചിക്കേണ്ട ചോദ്യം. കൽപ്പനകൾ നമ്മുടെ മനസ്സിലുണ്ടോ? കൽപ്പനകളെ നാം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കൽപ്പനകളെ പാലിക്കേണ്ടത് അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും കൽപ്പനകൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നാം കൽപ്പനകളെ വ്യതിചലിച്ചു എങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നാം കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തേ മതിയാവൂ. നിങ്ങളുടെ ഓരോ നിമിഷത്തിലും, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ആ കൽപ്പനകളെ നിങ്ങൾ ഓർക്കണം, അവയെ പാലിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ ആ തൊങ്ങലിൽ തൊടുവാൻ ആഗ്രഹിച്ചപ്പോൾ അവൾ മനസ്സുകൊണ്ട് നിശ്ചയിക്കുകയായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഇനി അനുസരിക്കും. അവൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയായിരുന്നു, ഇനിമേൽ ഞാൻ ദൈവിക കൽപ്പനകളിൽ മാത്രം ചരിക്കും. അതുകൊണ്ടാണ് അവൾ യേശുക്രിസ്തുവിൻ്റെ ആ തൊങ്ങലിൽ സ്പർശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കും യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നതിനു വേണ്ടി ക്രിസ്തുവേശുവാകുന്ന ആ തൊങ്ങലിനെ നമ്മുടെ ഹൃദയങ്ങളോട് ചേർക്കാം. ദൈവിക കൽപ്പനയാകുന്ന ആ തൊങ്ങലിനെ നമ്മുടെ ഹൃദയങ്ങളോട് ചേർക്കാം. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 14 വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹിതൻ ആകണമെങ്കിൽ ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്ന ഒക്കെയും ചെയ്യണം. നാം പഠിച്ചു കഴിഞ്ഞു എപ്രകാരമാണ് നോഹയും ഹാനോക്കുമെല്ലാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീർന്നത്. നാം പഠിച്ചു കഴിഞ്ഞു എപ്രകാരമാണ് നോഹയും ഹാനോക്കുമെല്ലാം ദൈവത്തോട് കൂടെ നടന്നത്. അവർ തമ്മിൽ ഒത്തിട്ടാണ് നടന്നതെന്ന് നാം പഠിച്ചു കഴിഞ്ഞു.
അത്തരത്തിൽ നാം ദൈവവുമായി ഒത്തുകയാണ് എങ്കിൽ, അത്തരത്തിൽ നാം ദൈവവുമായി ഒത്ത് നടക്കുകയാണ് എങ്കിൽ നമുക്കും ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിക്കുവാൻ കഴിയും. നമുക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം ചിന്തിക്കണം, നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് കൽപ്പന ഉണ്ടോ? 10 കൽപ്പനകളെ, ന്യായപ്രമാണങ്ങളെ നാം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? നാം യോശിയ രാജാവിൻ്റെ കാലത്ത് കണ്ടു, ഹിൽക്കിയ പുരോഹിതൻ ആലയത്തിന് പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ ന്യായപ്രമാണ പുസ്തകം മറഞ്ഞ് ഇരിക്കുകയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതാകുന്നു ആ സമയം നിങ്ങളുടെ മനസ്സിലെ, നിങ്ങളുടെ ജീവിതത്തിലെ ന്യായപ്രമാണങ്ങളെ പൊടി തട്ടിയെടുക്കുവാൻ, അവയെ പരിപാലിക്കുവാൻ, അവയെ പരിലാളിക്കുവാൻ ഇതാകുന്നു ഏറ്റവും നല്ല സമയമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 15 വാക്യം പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇന്ന് നാം യേശു ക്രിസ്തുവിൻ്റെ കാൽവരിക്കുരിശിലെ യാഗത്തെ മനസ്സിലാക്കുന്നുവെങ്കിൽ, അതിനെ അംഗീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇന്ന് നമുക്ക് വേണ്ടി കാൽവരിക്കുരിശിൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ മരത്തിന്മേൽ തൂങ്ങിയാടിയ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് നാം യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയാകുന്നുവെങ്കിൽ നാം അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യഹൂദന്മാർ അവരുടെ കുട്ടികൾക്ക് അസുഖം പിടിക്കുമ്പോൾ ഈ തൊങ്ങൽ ആ കുട്ടികളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ തൊങ്ങലിൽ അവർക്ക് അത്ര പ്രത്യാശയുണ്ടായിരുന്നു, അത്ര പ്രതീക്ഷയുണ്ടായിരുന്നു. ആ തൊങ്ങലിനെ അവർ ദൈവത്തോളം തന്നെയാണ് കണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യഹൂദ മതവിശ്വാസികൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വസ്ത്രത്തിൽ നിന്നും ആ തൊങ്ങൽ മുറിച്ച് മാറ്റുന്ന ഒരു രീതി അവർക്ക് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ദൈവീക കൽപ്പനയാകുന്ന ആ തൊങ്ങൽ നമ്മുടെ ഹൃദയത്തോട് നാം ചേർത്തിട്ടുണ്ടോ? യെശയ്യാവിൻ്റെ പ്രവചനം 53 അധ്യായം 4 വാക്യം പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. യേശു ക്രിസ്തുവിനെ പറ്റി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ശേഷം പറയുന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. എന്നാൽ നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ദൈവത്തിൻ്റെ വചനം പറയാണ്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കാൽവരി കുരിശിൽ യേശു ക്രിസ്തു ഒരു ശാപമായി തീർന്നപ്പോൾ, കാൽവരി കുരിശിൽ അവനെ തന്നെ യാഗം കഴിച്ചപ്പോൾ നമ്മുടെ വേദനകളെയാണ് അവൻ വഹിച്ചത്, നമ്മുടെ പാപങ്ങളെയാണ് അവൻ ചുമന്നത്. നമുക്ക് ഒരിക്കൽ കൂടി ആ ഗത്സമന തോട്ടത്തിലേക്ക് പോകാം. ക്രിസ്തുയേശുവിൻ്റെ മരണത്തിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി. യേശു ക്രിസ്തു ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് നിർത്തിയതിനു ശേഷം ദൈവവുമായി ഒരു പ്രാർത്ഥനയ്ക്ക് ഗത്സമന തോട്ടത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് നടന്ന് നീങ്ങുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവന് നടക്കുവാൻ പോലും കഴിയുകയില്ലായിരുന്നു, അവൻ ഇടറി വീണു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അത്രമേലായിരുന്നു യേശു ക്രിസ്തുവിന് മേലുള്ള നമ്മുടെ പാപം. സുവിശേഷം പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിന്മേൽ നമ്മുടെ പാപം വന്നപ്പോൾ അത് അത്ര അധികമായിരുന്നു. നമ്മുടെ പാപങ്ങളെയും നമ്മുടെ രോഗങ്ങളെയും അവൻ വഹിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അവനിപ്പോൾ ഗത്സമന തോട്ടത്തിലേക്ക് തൻ്റെ പിതാവുമായുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. കവിണ്ണ് വീണ് അവൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കണ്ണു തുറന്ന യേശു ക്രിസ്തു കണ്ടത് എൻ്റെയും നിങ്ങളുടെയും മുഖമാണ്. പാവഭാരത്താൽ വലയുന്ന എൻ്റെയും നിങ്ങളുടെയും മുഖം കണ്ടതുകൊണ്ടാണ് യേശു ക്രിസ്തു പിന്നീട് ഇപ്രകാരം പ്രാർത്ഥിച്ചത്, പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പിതാവായ ദൈവത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് കാൽവരി കുരിശിലേക്ക് യേശു ക്രിസ്തു നടന്നു നീങ്ങിയത്, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് കാൽവരി കുരിശിലേക്ക് യേശു ക്രിസ്തു നടന്നു നീങ്ങിയത് അവൻ്റെ രക്തം നമുക്ക് തരുവാൻ വേണ്ടിയാണ്,
അവൻ്റെ രക്തത്തിലൂടെ നമ്മെ ശുദ്ധീകരിച്ച് പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുവാൻ വേണ്ടിയാണ്. ഇന്ന് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ മരത്തിൽ തൂങ്ങിയാടി നമുക്ക് വേണ്ടി ശവമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ മരണത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നാം യേശുക്രിസ്തുവിനെ, അവൻ്റെ യാഗത്തെ, പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ നാം അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാൻ ബാധ്യസ്ഥരാണ്. നാം ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ടോ? നാം ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുന്ന ഒരു ജീവിതമാണോ നയിക്കുന്നത് എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്, അതിന് അവൻ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുവനത്രേ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം കേട്ട് അതിനെ പ്രമാണിക്കുന്നവനത്രേ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഭാഗ്യവാൻ ആകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ പെടണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കണം. നാം ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് അവയെ പ്രമാണിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ അവളുടെ ഏകപ്രത്യാശയായ യേശുക്രിസ്തുവിലേക്ക് പോയപ്പോൾ അവൾ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു, അവൾ മനസ്സുകൊണ്ട് ഉറച്ച ഒരു തീരുമാനമെടുത്തിരുന്നു. ഇന്നു മുതൽ ഞാൻ യേശുവിനെ പിൻപറ്റുവാൻ പോകുന്നു. ഇന്നു മുതൽ ഞാൻ ഒരു നല്ല ക്രിസ്ത്യാനിയാകുവാൻ പോകുന്നു. ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു നല്ല അനുയായിയാകുവാൻ പോകുന്നു. ആ ഉറച്ച തീരുമാനമാണ്, അല്ലെങ്കിൽ ആ ഉറച്ച യേശു ക്രിസ്തുവിലുള്ള അവളുടെ വിശ്വാസമാണ് ക്രിസ്തുയേശുവിൻ്റെ ആ തൊങ്ങലിൽ തൊടുവാൻ ആ സ്ത്രീയെ പ്രേരിപ്പിച്ചത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുമോ എന്ന് നാം ഇപ്പോൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നാം എപ്രകാരമാണ് യേശുക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം വയ്ക്കുന്നത്? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അല്പവിശ്വാസിയോ അവിശ്വാസിയോ ഒരിക്കലും സ്വർഗലോകത്തിൽ ദൈവത്തോടൊപ്പം കടക്കുന്നതല്ല. നാം ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിൽ നമ്മുടെ പൂർണ്ണമായ ആശ്രയം, നമ്മുടെ പൂർണ്ണമായ അനുസരണം നാം അവങ്കൽ ഇട്ടുകൊള്ളണം. അപ്രകാരം നാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് പൂർണ്ണമായി അനുസരിക്കുകയാണ് എങ്കിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും, നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹിതനാകാൻ കഴിയും. അതിലുപരി നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയും. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവേ, കർത്താവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ ഒരു നല്ല ശിഷ്യനാകുവാൻ തീരുമാനിക്കുമ്പോൾ അങ്ങയുടെ കൃപയും സമാധാനവും അടിയങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ വിശ്വാസം കർത്താവെ അങ്ങ് വർദ്ധിപ്പിക്കുമാറാകണം. സകല മാനവും മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.